അച്ഛാ നോക്കുന്നേ? എന്റെ അച്ഛാ 24 മണിക്കൂറും ട്യൂഷൻ മനുഷ്യൻ അനങ്ങാൻ വയ്യ. കാമോൺ ഡാഡ്. എന്തോന്ന് വെച്ചാ എന്ത് പഠിച്ചത്? നീ ആവർത്തിച്ച് അടിച്ച് കരുതല ഞാൻ. അതിനിത് ആദ്യമായിട്ട് ചെയ്യുന്നല്ലോ, എപ്പോഴും ചെയ്യാറില്ലേ? അച്ഛനാ ഫ്രീഡം തരുന്നുണ്ടല്ലേ? ഫ്രീഡം തരാ നീ ആര്? ബ്രിട്ടീഷുകാരനാ? അല്ലേ ബ്രിട്ടീഷുകാരാണോ ഫ്രീഡം തരേ? അച്ഛൻ എന്ത് കലിപ്പ് അടി നടന്നാ? ഇപ്പൊ നീ മിണ്ടായിരുന്നെങ്കിൽ ഇവിടെ അടി കിടക്കും. അമ്മ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ജംഗ്ഷൻ വരെ പോയി. അവക്ക് എത്ര സാധനം ചോദിച്ചാലും മതിയാവൂലേ സാധനം വാങ്ങിക്കാൻ? കവറിലെന്താ? അത് നീ അറിയണതിന് എന്താ കാരണം? നിനക്കൊക്കെ കവറിലെന്താ? 2 ഷർട്ടും ഉണ്ടോ? ഓ, അലക്കാൻ കൊണ്ടുപോകണം. നിന്നെയൊക്കെ എടുത്തിട്ട് അലക്കും കേട്ടാ ഞാൻ മതിയാക്കിയില്ല. അച്ഛൻ എവിടെയാ പോകുന്നതെന്നുള്ള ഞങ്ങൾക്ക് അറിയണം. അറിയണോ? അച്ഛൻ എവിടെ എങ്ങനെ പോണ അറിയണം, മരണം അറിയണം, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അറിയണം. എന്നാൽ വീട്ടിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ അറിഞ്ഞൂടാ. എന്ത് ന്യായം ഇത്? ന്യായോ? ഇടി ന്യായം. സംശയം ഞാൻ തീർത്തരാം കേട്ടാ. അച്ഛൻ പോവാന്ന്. എങ്ങോട്ടെങ്കിലും പോട്ടെ. അച്ഛൻ എങ്ങോട്ടെങ്കിലും പോട്ട്. തള്ളേ മക്കൾക്ക് എന്നെ എങ്ങനെ ഒഴിവാക്കണം, അത് എന്നാ അല്ലേ? അച്ഛൻ ആദ്യം ഇങ്ങനത്തെ സംസാരം ഒന്ന് നിർത്തുവോ? അത് തന്നെ എന്ത് പറഞ്ഞാലും അപ്പൊ തള്ളേ മക്കളും എന്തോ അച്ഛാ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണമെന്ന് അച്ഛൻ എന്നെ അറിഞ്ഞൂടാ. അങ്ങോട്ടൊന്ന് പറഞ്ഞാലും കേൾക്കൂലല്ലോ, എല്ലാം അറിയാന്നാണല്ലോ പറയണത്. പിന്നെ എന്തുവാ പറയാൻ പറ്റുക അല്ലേ? നിരനിരയായിട്ട് വിമർശനം തുടങ്ങിയല്ലേ? അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വന്നേണ്, റെസ്റ്റ് കൊടുക്കാം, അയാൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. അത് ചെയ്യൂല, ഒരു മനസ്സമാധാനം തരൂല. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി പോണത്. മനസ്സമാധാനം കിട്ടാനായിട്ട് അച്ഛൻ എവിടെയാ പോകുന്നത്? ഞാൻ ബാസിലെ വീട്ടിൽ പോകണം. ഇനി ഫുൾ റെസ്റ്റ് വേണം, അവിടെ പോയാലേ കിട്ടുള്ളൂ. ഞങ്ങളുടെ വീട് വേറെ എവിടെ അച്ഛന് പോകാൻ കിട്ടിയില്ലല്ലേ? അപ്പൊ അതാണ് ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്കും ബാസ്യങ്ങളുടെ വീടിന്റെ അവിടെ വന്ന് കണ്ടേ അല്ലേ? ഈ ബാസിയുടെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞെന്നറിയാം, നീ അവ എങ്ങനെ ആയിക്കോട്ടെ, അവ എന്ത് ടൈപ്പ് ആയിക്കോട്ടെ. ഞാൻ പറയടാ നിന്റെ വീട്ടിൽ കുറച്ചൊന്ന് താമസിച്ചു പറയുമ്പോഴേ കാര്യം പോലും ചോദിച്ചില്ല. ആളി എത്ര ദിവസം അവിടെ താമസിച്ചാൽ പറഞ്ഞു. അതാണ് ബാസി. എത്ര ദിവസം പോയി നിൽക്കാനാ പ്ലാൻ? എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കും. അച്ഛാ ചുമ്മാ കളിക്കല്ലേ. അവിടെ അടുക്കള നടന്ന കാര്യം എന്താ ഞാൻ പറയാം. എനിക്ക് കേൾക്കണ്ട. നിന്റെ അമ്മ എന്തോന്ന് പറയണ്ടെന്നല്ലേ പറഞ്ഞ? അതങ്ങനെ നിൽക്കിട്ട്. പക്ഷെ എൻ്റെ ആ വിഷയം അതല്ല. പിന്നെന്ത്? എനിക്ക് ഇവിടെ കിട്ടുന്ന അവഗണന, കുറ്റപ്പെടുത്തല്, അതിൽ എനിക്കൊരു മോചനം വേണം. അതുകൊണ്ടാണ് ഞാൻ ബാസിന്റെ വീട്ടിൽ പോണത്. നിന്റെ അമ്മയടുത്ത് പറഞ്ഞില്ല. പിന്നെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും കൂടെ വന്ന അടി കൊണ്ടുകൊണ്ടേ വരുള്ളൂ. അത്രേ ഉള്ളൂ. എന്തൊരു കഷ്ടം എന്റെ ദൈവമേ. നിന്നോട് പറഞ്ഞിട്ടില്ല ഒറ്റയ്ക്ക് പുറത്തു വന്നിട്ടില്ലേന്ന്. ഇനി പുറത്തുനിന്ന് നല്ല ഡീഡൂട്ടാ. അച്ഛനെയും കാണാനില്ല, അമ്മയും കാണാനില്ല. അമ്മ ഇപ്പൊ വരൂലോ? അച്ഛൻ വരൂലേ? പിന്നെ അച്ഛൻ വരാണ്ട് അച്ഛനിപ്പോ വരും. നിനക്കെന്താ കുഞ്ഞ്? ഭാഷങ്ങളെ വീട്ടിൽ നിക്കാന്ന് പറഞ്ഞതാ. അയ്യേ, നീ അത് വിശ്വസിച്ചാ? അതൊക്കെ അച്ഛൻ ചുമ്മാ പറഞ്ഞതല്ലേ. അച്ഛനിപ്പോ വന്നോളും, വാ. അച്ഛൻ കാര്യമായിട്ടാ പറഞ്ഞത്. അല്ല വാറു, അച്ഛനിപ്പോ വരും, നീ വിഷമിക്കണ്ട, വാ. എന്താടി? അച്ഛൻ ഭാഷങ്ങളെ വീട്ടിൽ നിന്ന് തിരിച്ചു വരൂലേന്ന് അവൾക്കൊരു സംശയം. ബോഡി പൊട്ടിയോടുന്നു. അച്ഛൻ ഇപ്പൊ വരും വൈകിട്ട്. അമ്മ വരൂലേ? എന്റെ പാറു, അമ്മ ഇപ്പൊ വരും. നീ എനിക്ക് എന്തോരം ചോദ്യം വന്നേ, ഇങ്ങോട്ട് വാ. ഇനി എടുത്തേ. ശരി എടുക്കാം. നമുക്ക് നേരെ അകത്തോട്ട് പോയേക്കാം. എന്താ പറയണ? അച്ഛൻ വന്നല്ല, പ്രശ്നം തീർന്നാ. ആടാ ബാസി, ഡേയ് നീ എഴുതിയ ലിസ്റ്റിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാ? ചിക്കൻ നാടൻ ചിക്കൻ വാങ്ങിച്ചാൽ മതിയാ? അത് മതിയടാ. അതവൻ വറുത്തരിച്ച് വയ്ക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല അത് തന്നെ വറുത്ത് പൊടിക്കാൽ മതി. പാക്കേജ് വാങ്ങിക്കണ്ട, അത് കൊള്ളൂല, മായമാണ്. മുളക് അങ്ങനെ ചെയ്താൽ മതിടാ. ഓ ശരി ശരി ശരി. എടേ നീ എന്താ തക്കാളി ഇല്ലാത്തത്? ചിക്കൻ വെന്തതിന് അവസാനം തക്കാളി ഇടണ്ടേ? മല്ലിയില എഴുതിയില്ല? അല്ല ഞാൻ വാങ്ങിച്ചോളാം. ശരി ശരി, ഓക്കെടാ. ഓ എന്ത് സഞ്ജയ് ലിസ്റ്റൊക്കെ എവിടെ പോണ്? കടയിൽ സാധനം വാങ്ങിക്കാൻ പോണേ. ചിക്കനും അത് നാടൻ ചിക്കൻ, കുറച്ച് അല്ലറ സാധനങ്ങൾ വാങ്ങണം. ബാസ്യങ്ങൾക്ക് വാങ്ങിക്കൂടെ? അച്ഛൻ എന്തിനു വാങ്ങുന്നത്? ബാസികള് അല്ല, ബാസ്യങ്ങൾക്ക് പോയി വാങ്ങിക്കൂടെ? അച്ഛൻ എന്തിനു വാങ്ങുന്നത്? ബാസിക്ക് സമയമൊന്നുമില്ല. അവിടെ കപ്പ വീഴണം, ചോറ് വയ്ക്കണം, പിന്നെ എന്ത് പൈനാപ്പിൾ പുളിശ്ശേരി എന്തൊക്കെ വയ്ക്കണം, തോരനൊക്കെ വയ്ക്കണം. കാശാരുടെ?
കാശ് പാസ് തരാന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കാശുണ്ടല്ലോ. അച്ഛൻ ഈ കോപ്രായം കിടന്ന് എന്തിനാ വെച്ചാൽ കാണിക്കണ്? എന്താ കോപ്രായം? എടാ അവിടെ ഇരുന്നപ്പോഴേ എന്ത് സമാനം എന്നറിയാം. കുറ്റപ്പെടുത്തലില്ല, പരുവം പറിച്ചിട്ടില്ല, ഒന്നുമില്ല. കളിയും ചെരിയും പറഞ്ഞ് ഇങ്ങനെ സമയം പോണ അറിഞ്ഞൂടാ. ഓ അപ്പൊ എന്തായാലും സാധനം വാങ്ങിക്കണ്ടല്ലോ, അത് മേടിച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇങ്ങോട്ട് മര്യാദയ്ക്ക് വന്നോളാം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകും, പോലീസിനെ വിളിക്കും. ഈ പോലീസിനെ വിളി. എന്തിന് എന്തിന് നീ എന്ത് ചെയ്യും പോലീസിനെ വിളിച്ചിട്ട്? ഞങ്ങളുടെ അച്ഛനെ ബാസ്യങ്ങൾ അവിടെ പിടിച്ചു നിർത്തിയേക്കാന്ന് പറഞ്ഞ് ബാസ്യങ്ങളുടെ പേര് കേസും കൊടുക്കും. ആ പിന്നെ ബാസ്യങ്ങളെ നീ എന്തിനാ അവനെ വിളിക്കണേ? ബാസ്യങ്ങളെ ശരിക്കുള്ള പേരെന്താണ്? ബാസി എസ്സാ. അച്ഛന്റെ പേരാ സദാശിവൻ അല്ലേ? ആഹാ. അഡ്രസ്സും കൊണ്ടൊന്ന് പറയാമോ ബാസ്യങ്ങളെ? അവിടെ പ്രാചമ്പലത്തല്ലേ ഇവിടത്തെ? ആ ബാസി എസ് എന്ത് വീട്? കിണുങ്ങി വിളയാത്ത വീടാ. ഓട്ട എല്ലാം പറഞ്ഞു കൊടുക്കണോ? ആ ഓക്കെ. ഹൗസ് നമ്പർ 46 86 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല അതൊന്നുമല്ല, അച്ഛനെ അവിടെ പിടിച്ചു വെച്ചേക്കണമെന്നും പറഞ്ഞേ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിരുന്നു. ആ നേരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങളെ. ഓക്കെ ബൈ. വാസി നീ എന്തിനാ കഴിയണത്? നീ പേടിക്കണ, നിന്റെ കൂടെ ഇങ്ങനെ ബാലുവാണ്. എടാ ഞാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. നിന്നെ പോലീസൊന്നും ചെയ്യൂല, നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ മര്യാദ ഞാൻ സാധനം വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരും. ആ നീ അറിയാതെ നിന്റെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ചുമ്മാ തോന്നല, പോടാ ചുമ്മാ തോന്നല, അറിയാല. അച്ഛൻ പറയുന്ന ഒരു കാര്യമില്ല. എടാ പോടാ. അച്ഛൻ ഇത് എത്ര വരെ പോകുന്നു? ഞാൻ പോണ ദൂരം നിനക്ക് പിടിക്കാൻ പറ്റില്ലടാ. പോടാ. ഓ ശരി. ആ ശരി.